ഇല്ലെങ്കിൽ കൈവെട്ടി കാലൊടിച്ച് കണ്ട ഭാഗത്തു നിന്ന് ഓഡിയൻസിന്റെ അടുത്തേക്ക് കോടി രുക്മിണിയായി നടന്നില്ലേ മഴമുള്ള അടിയില്ലാമടിവായി മുഴുവൻ പോയില്ലേ മുഴുവൻ പോയില്ലേ മഴമുള്ള അടിയില്ലാമടിവായി മുഴുവൻ പോയില്ലേ മുഴുവൻ പോയില്ലേ ഇത്രയും പൊക്കം വെച്ച് ഒന്നാളെ ഇപ്പൊ പറഞ്ഞേക്കാം. മുത്തശ്ശി അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ ഇവിടെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞ മുത്തശ്ശി ഇങ്ങോട്ട് കയറി വന്നേ, വെറുതെ ഞങ്ങളോട് ഓരോന്നും പറയില്ലേ? മുത്തശ്ശി ഏതാണല്ലേ? ആ, മുത്തശ്ശി വന്ന കാര്യം പറഞ്ഞാലേ, ഇപ്പൊ അടിഞ്ഞാറ് അന്നവടെ വന്നപ്പോഴേ ഒരാളെന്നോട് പറഞ്ഞേ, ഈ ഇവിടെ ഒരു 2 പെൺകുട്ടികൾ കിടന്ന് ഭയങ്കര വഴക്കാന്ന് പറഞ്ഞു. അല്ല മുത്തശ്ശി ആരാണെന്നും ഞങ്ങളിപ്പോ ചോദിച്ചില്ലല്ലോ, പിന്നെ ഇങ്ങോട്ട് വെറുതെ എന്തിനാ ഓരോന്നും ഇങ്ങനെ പറയണത്? നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ പിന്നെ എന്നോട് എന്തിനാ ചോദിച്ചത്? ഞങ്ങൾ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഞങ്ങൾ ഇവിടെ ചേട്ടത്തി അനിയത്തിമാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. മുത്തശ്ശി തൊഴാൻ വന്നതാണ്. അവരങ്ങനെ ചെയ്തില്ലേ? നിന്റെ ഉണകൻ ഇങ്ങനെ ചെയ്തില്ലേടി? അറിയാവോ കണവന്മാരാരാന്ന്? മോനെ തൂക്കിനകത്ത് കയറിയാണല്ലോ മുത്തശ്ശി വെടിവെക്കും. മുത്തശ്ശിയോടാണോ? അല്ല മുത്തശ്ശി, ഞങ്ങൾ കേട്ട് നിന്ന ആൾക്കാരെന്ന നിലയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 2 പിള്ളേരെന്തൊക്കെ ഇവിടെ കിടന്ന് വിളിച്ചു പോയത്? എന്റെ പൊന്നു മുത്തശ്ശി, 2000 പെണ്ണുങ്ങളുടെ പുറകെ പോയില്ലേ? എന്റെ മക്കളെ കണക്ക് പിന്നെയും തെറ്റി. 2000 അല്ല, ഒരു 8000 പിന്നെയും കുറഞ്ഞു പോയല്ലോ മക്കളെ. 10,000 ഉണ്ടല്ലേ? 10,000. അങ്ങനെ ഒരു കണക്കൊക്കെ കൂട്ടി പറ. പള്ളിക്കൂടത്തിൽ പോണേ. എന്തായാലും മുത്തശ്ശി ആരാണെന്നൊന്നും പറഞ്ഞില്ല. ഈ മക്കളുടെ ആരാ പോലും? മുത്തശ്ശി ആരാന്നൊക്കെ പിന്നെ പറയാം. ഇപ്പൊ വേറെ കാര്യം പറയട്ടെ. എന്താണ്? അപ്പൊ മുത്തശ്ശിക്ക് കാണാൻ കൊതിച്ചിട്ട് ഇവിടെ ആരാന്നറിയാവോ? ആരാ? പാറു. പാറു 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 എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ആൾക്കാരോട് പാർവതി എന്ന് ചോദിച്ചാലേ ഭർത്താവിന്റെ പേരറിയാം. അയ്യോ തെറ്റിപ്പോ. നീ ഇതാ പാറുന്ന്. എന്റെ ദൈവമേ, കണ്ടാ തന്നെ തോന്നും പാറു വന്ന് കേട്ടോ. അല്ല, ആക്രിക്കാർക്ക് പോലും വേണ്ടാത്തൊരു മുത്തശ്ശിയാ. നാട്ടുകാർക്ക് അറിയാം. പാറുവേ, ആ കിഴക്കേലെ ഗോവിന്ദൻ ചേട്ടന്റെ മകളാണ് ഓരോരുത്തർ ഉദ്ദേശിക്കും. പാറു എന്ന് പറഞ്ഞാൽ ഈ പാറു ആരാ? നിക്കണ ചുക്കിണി. ഇത് ചുക്കിണിയാ. ചുക്കിണി? എന്റെ പൊന്നു മുത്തശ്ശി, ചുക്കിണി എന്നൊന്നുമല്ല, നല്ല രുക്മിണി എന്നൊക്കെയാ പേര്. എന്നാ വല്യമ്മ വിളിക്കണ ചുക്കുമണി എന്നാ. പോയട്ടോ? അവള് പോയി. അയ്യോ, ഇവിടെയെങ്കിലും ബജിക്കടയില്ല, ചിലപ്പം അതോർത്ത് ഓടിപ്പോയതായിരിക്കും. ബജിക്കടയോ? വലിയൊന്നും വിൽക്കണ കടയൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നു. ഉണ്ട്. അത് മേടിച്ച് തിന്നാൻ വേണ്ടി ഓടിയതാന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. മുത്തശ്ശി മുത്തശ്ശി ഒരു കാര്യം ചോദിക്കാന്ന് വിചാരിക്കുമ്പോ, ആ പോയ കൊച്ചിന്റെ ഭർത്താവിന്റെ പേരെന്ന് പറയും. ഇതിന്റെ ഭർത്താവിന്റെ പേര് വിഷ്ണു ആണോ? അല്ലല്ലോ, പാറുവല്ലേ? പാറുവിന്റെ ഭർത്താവ് വിഷ്ണു. അങ്ങനെ എങ്ങനെയാ? ശിവനല്ലേ?
ആ അപ്പൊ അത് മുത്തശ്ശിക്ക് അറിഞ്ഞൂടാ. മുത്തശ്ശിക്കില്ല, അവർക്ക് മാറിപ്പോയതാ ഭർത്താക്കന്മാരെ. മുത്തശ്ശിക്കില്ല. പാർവതിയുടെ ഭർത്താവിന്റെ പേര് ശിവനെന്നാ മക്കളെ, പരമശിവനാ. ഇങ്ങനെ ഭഗവാനല്ലേ ഭഗവാനെ. അങ്ങനെയെങ്കിലേ രുക്മിണിയുടെ ഭർത്താവിന്റെ പേരെന്ന് പറഞ്ഞു. അത് വിഷ്ണു. അത് വിഷ്ണു. അതെന്നാ വിഷ്ണു? എങ്ങനെ ഒന്നുകൂടി പറഞ്ഞേ? അഞ്ഞി പറയുന്നില്ല. എന്നാ വിഷ്ണു. പിന്നെ ഒരു കാര്യം പറയട്ടെ, കള്ളന്മാരൊക്കെയുള്ള കാലമാണ്. എന്തിനാ ഈ കഴുത്തേൽ ഇത്രയും വലിയ മാല ഇട്ടുകൊണ്ട് നടക്കുന്നത്? ഇതെവിടെ മാല കിട്ടിയത്? എന്റെ മക്കളെ, ഇതിന്റെ കാര്യം പറഞ്ഞാലേ വല്യമ്മക്ക് ഒരു കമ്പി വന്നു. തുരുമ്പെടുത്ത് കമ്പിയാ? അല്ല, ഒരു ഇരുമ്പ് കമ്പിയാ. ഇരുമ്പ് കമ്പി. എവിടുന്നാ വന്നേ? അതെ, തെക്കാ കോഴിക്കോട്ടീന്നാ. തെക്ക് കോഴിക്കോടോ? പിന്നെ എന്റെ മുത്തശ്ശി കാലവാരിയില്ല, മതിലിന് പുറത്തേക്ക് ഇടും. തെക്കൊന്നുമല്ല കോഴിക്കോട്, അങ്ങ് വടക്കാ. അതെന്ന് പോയി വടക്കോട്ട്? ഇന്നലെ രാവിലെ 10 മണിക്ക്. 10 മണിക്ക് എനിക്കറിയാൻ മേലായിരുന്നു. അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. വല്യമ്മയുടെ പാട്ട് കേൾക്കണമെന്ന്. പാട്ട് കേൾക്കും? വല്യമ്മ പാട്ട് പാടുവോ? മുത്തശ്ശി പാട്ട് പാടുവോ? പിന്നെ സംഗതിയൊക്കെ കളയാതെ വേണം പാടാൻ. മുത്തശ്ശി ആ സംഗതി പോയി. അപ്പോ മുത്തശ്ശി നന്നായിട്ട് പാട്ട് പാടിയോ? നല്ലതായിട്ട് പാടി മക്കളെ. അവിടെ പാടിയത് മഞ്ഞപ്പാട്ടാ. മഞ്ഞപ്പാട്ട്. മഞ്ഞപ്പാട്ട് എന്ന് പറഞ്ഞാ അപ്പളേ മഞ്ഞപ്പാട്ട് അവിടെ പാടിയത്. മഞ്ഞപ്പാട്ടെന്ന് പറഞ്ഞ മഞ്ഞത്ത് പറഞ്ഞത്. ഈ പാട്ട് എഴുതി പേപ്പറിൽ വെച്ചിട്ട് മഞ്ഞ വെള്ളത്തിൽ മുക്കി പൊക്കി എടുത്തതോ? ശരി. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, മുത്തശ്ശി സുന്ദരിയ, ഈ കൂൻ എങ്ങനെ ഉണ്ടായി? കൂനുണ്ട കാര്യം പറഞ്ഞാലേ വേഗം പറയ്, നേരെ പോയി. മുത്തശ്ശിക്ക് വയസ്സുകാലത്ത് അല്ല, ഉച്ചയ്ക്ക് വൈകുന്നേരം ഇച്ചിരി മുല്ലപ്പൂ ചൂടിയേക്കൊള്ളാന്ന് വലിയ ആഗ്രഹം. എന്നിട്ട് വല്യമ്മയുടെ ഭർത്താവിനോട് പറഞ്ഞേ ഇച്ചിരി മുല്ലപ്പൂ വേണമെന്ന്. അല്ല, പുള്ളിക്കാരനോട് ഒറ്റ ഓട്ടം. എങ്ങോട്ട്? കിഴക്കോട്ട്. വല്യമ്മയും പോയി. അല്ലെ, ഞാൻ നോക്കുമ്പോ ഒരു വാളംപുളിയെ കയറുക. അതങ്ങനെ മുല്ലപ്പൂ ഈ വാളംപുളിയെല്ലാം ഉണ്ടാവണം? അല്ല, പിന്നെ അല്ലാതെ പിന്നെ എവിടെയാണ് മുല്ലപ്പൂ ഉണ്ടാകുന്ന? മുല്ല വള്ളിയില്ല. മുല്ലപ്പൂ പറിച്ചിട്ട് വല്യമ്മ പെറുക്കി ചെന്നപ്പോഴേ ഒരു പുളിയുടെ ഇല. എന്റെ മക്കളെ, പുളിയില മാത്രമല്ല, ഒരു കമ്പോട് കൂടി വല്യമ്മയുടെ പത്രാവും വന്ന് നടുവിന് വീണു മക്കളെ. നടുവിന് വീണു. അതെ. എന്നിട്ട് എന്നാ കോട്ടയ്ക്ക് പോയിട്ടിരി കൊട്ടൻ ചുപ്പാതി മേടിച്ച് വരട്ടി. ആ കൂടെ ഏതാണ്ട് വേറെന്തോ കൂടെ? അത് പ്രവചനം. അയ്യോ, അതെന്നാ പ്രവചനം? അത് കേട്ടിട്ടില്ലേ? അതൊക്കെ പെരട്ടി ഇത്ര നിവർന്നതാ മക്കളെ. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ? ചോദിച്ചു. മുത്തശ്ശി എന്തിനു വന്നു എന്നുള്ളത് പോകുന്നതിന് മുൻപ് ഇപ്പൊ പറഞ്ഞാ മതി. മുത്തശ്ശി ആ മറ്റേ തെക്ക് കോഴിക്കോട് എന്ന് പറഞ്ഞില്ലേ, അവിടെ പോയ രാജാവ് തമ്പുരാന്റെ മുമ്പിൽ പാടിയ പാട്ടില്ലേ, അതൊന്ന് പാടാമോ? എന്നിട്ട് പാടിയ മാത്രം പോരാ, 2 ചുവട് വെച്ചൊന്ന് കളിക്കണം. മുത്തശ്ശി പണ്ടത്തെ ഭയങ്കര കളിക്കാരിയാന്ന് കേട്ടിട്ടുണ്ട്. ഈ വയസ്സ് കാലത്ത് മുത്തശ്ശിയെ കൊണ്ട് ഇങ്ങനെ പാട്ട് പാടി കളിപ്പിക്കണത് വലിയ കഷ്ടമാണ് മക്കളെ. കഷ്ടമാണ്. സാരമില്ല, ചെറിയ മഞ്ഞൊക്കെ ഉണ്ട്, ഇവിടെ നിന്ന് പാടിക്കോ. മകളെ സുഭദ്രേ, വടി വന്ന് വാങ്ങിച്ചു പിടിച്ചു. അതെന്ന് പേര് മാറ്റി സുഭദ്ര. അത് ഞങ്ങള് സ്നേഹം കൂടുമ്പോ വിളിക്കുന്നതാ. ഞാനോടൊന്ന് തങ്കം വടി. അമ്മോ. അപ്പോളെ പാട്ട് പിടിച്ചെടുക്കട്ടെ ഒന്ന് കേട്ടോ. പിടിക്കും. ഒന്ന് നോക്കിക്കേട്ടെ. അത് പാട്ടല്ല, കൊതുക. പറന്നു പോയി എന്റെ മക്കളെ. ഞാൻ എന്നാ ചെയ്യാനാ? വല്യമ്മ ഒന്ന് മുറുക്കി പിടിച്ചു നോക്കിയതാ, പറ്റിയില്ല, കിട്ടിയില്ല. അപ്പോളെ ഒരു കാര്യം ചോദിക്കണം, വല്യമ്മ പാട്ട് പാടും. പാടുന്നതിന് പാട്ട് പാടുന്നതിന് മുമ്പേ കുരവ വേണം. ഒരു കുരവ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഒന്ന് ഇട്ടേക്കാം. എന്നിട്ട് തുടങ്ങാം.
ആവതില്ലെങ്കിൽ വെറുതെ എന്തിനായി എന്റെ പൊന്നു മക്കളെ വടിയെടുത്ത് കൊടുത്തു. നിപ്പ് കണ്ടില്ലേ? അപ്പൊ മുത്തശ്ശി, എന്തായാലും മുത്തശ്ശി ആരാണെന്നൊന്ന് പറയാമോ? ഇത്രയും നേരം ഓരോ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും മുത്തശ്ശി ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. വാണിദേവി മക്കളെ. വാണിദേവിയോ? ഓ, ലോകമാതാക്കളുടെ കലഹം മൂർച്ഛിച്ചാൽ അത് സർവനാശത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കിയപ്പോ മുത്തശ്ശിക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. മക്കളെ സമാധാനിപ്പിക്കാൻ വന്ന മുത്തശ്ശി വാണിദേവിയാണല്ലേ? പുറപ്പെടുന്നു. പച്ചപ്പട്ടുകുടച്ചു കിടക്കും പവിഴ മലയിൽ നിന്നും പരമശിവൻ വാഴും മലയിൽ പളങ്കുമലയിൽ നിന്നും തേനെടുത്തു പാടി വരും കുറവനാണു ഞാൻ, മലങ്കുറവനാണു ഞാൻ. കുടകുമലയിൽ കുറ്റിയാടി മലയിൽ കുടിലുകെട്ടി താമസിക്കും കുറവനാണു ഞാൻ, മലങ്കുറവനാണു ഞാൻ. പരമശിവൻ വാഴും മലൈനാട്, ഒന്ന് നിൽക്കണേ.
ഇങ്ങോട്ട് അടുത്ത് വരുമമ്മ. കൈയൊന്ന് കാണട്ടെ അമ്മ. ലക്ഷണങ്ങളൊക്കെ ചൊല്ലാമമ്മ. ഇങ്ങോട്ട് അടുത്ത് വരൂ അമ്മ. ആ ശങ്കുലിക്ക് കാണുന്നുണ്ട്. 5 പുത്രന്മാരും ഉണ്ടാകും. അയ്യോ ഈ കൊള്ളാമല്ലോ. ആ സുന്ദരനാണ്. ആ പിന്നെ കുട്ടികൾ 2 പേരുണ്ട്. ആ നല്ല കുട്ടികളാണ്. അതെ ആ സർവ ഐശ്വര്യങ്ങളും അവർക്ക് മഹാദേവൻ പ്രദാനം ചെയ്യും. ആ പിന്നെ ഐശ്വര്യം ഉണ്ടാകും കേട്ടോ. ആ ധൈര്യമായിട്ട് പൊയ്ക്കുള്ളൂ. ദക്ഷിണ ആ പൊയ്ക്കുള്ളൂ. എന്റെ ദൈവമേ, എന്റെ ബുദ്ധിപ്പെട്ടിനെ ഞാൻ കണ്ടിട്ട് 2-3 ദിവസമായി. ഞാൻ അങ്ങനെ വന്നപ്പോഴല്ലേ ഏതോ അമ്മയെ വിളിക്കുന്നത് കേട്ടത്. അങ്ങ് ദൂരെ നിന്ന് ഞാൻ കേട്ടു ശങ്കുലിക്ക് കാണുന്നുണ്ട്, 5 പുത്രന്മാരുണ്ടാകും എന്നൊക്കെ പറയുന്നത്. തന്നെയുമല്ല, എന്നെ പുറത്തെ പെണ്ണിനെ ഞാൻ കണ്ടിട്ട് 2-3 ദിവസമായി. അവൾക്ക് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ അമ്മ എന്തെങ്കിലും ദക്ഷിണ കൊടുത്താട്ടെ, അവളെന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കും. തന്നെയുമല്ല, 2-3 ദിവസമായില്ലേ ഞാനിവിടെ കണ്ടിട്ട്. ഞാനിവിടെ വന്നതൊന്നും എന്റെ കുറച്ച് പെണ്ണ് അറിഞ്ഞതേ ഇല്ല. കാട്ടാന കുത്തിയാൽ പോലും എന്റെ കുറച്ച് പെണ്ണ് അറിയില്ല. എന്തായാലും ഇവിടുമായിട്ട് എനിക്ക് തിരിച്ചു പോകേണ്ടതല്ലേ. ഞാൻ തന്നെ ഇവിടെ ഒന്ന് വിളിച്ചു നോക്കാം. അമ്മ നിങ്ങൾക്ക് അടുത്ത് വരുമോ? ഏതമ്മയാണ് എന്റെ കുറത്തിപ്പെണ്ണ് വിളിക്കുന്നത്? അത് കൊള്ളാം. സുന്ദരിയായ ഒരു അമ്മ, ലക്ഷണമൊത്ത മുഖം. എന്റെ അമ്മ അടുത്തേക്ക് വന്ന് എന്റെ പെണ്ണ് പറയുന്നതൊക്കെ ഒന്ന് കേട്ടു നോക്ക്. സത്യമേ പറയൂ. എന്തെങ്കിലും ചെറിയ ദക്ഷിണ എന്തെങ്കിലും കൊടുത്താൽ മതി. ആ എന്തായാലും ഞാൻ തന്നെ എന്റെ കുറത്തിപ്പെണ്ണിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഇവളുമായിട്ട് തിരിച്ചു പോകേണ്ടതല്ലേ. കാടാണെങ്കിൽ വളരെ മോശമാണ്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ കുറത്തിപ്പെണ്ണ് എന്തൊരു ഇനിപ്പാ ഇത് സുന്ദരി. എന്തായാലും ഞാൻ നിന്നെ ഒന്ന് വിളിക്കട്ടെ. എന്റെ കുറത്തിപ്പെണ്ണ്, എത്ര നേരമായി ഞാനിവിടെ വന്ന് നിൽക്കുന്നു. ഞാനിവിടെ വന്നോ ഒന്നും നീ അറിഞ്ഞതേ ഇല്ല. എന്തു പറ്റി? ചൊറിഞ്ഞ മാന്തിയൊക്കെ ഇവിടെ നിൽപ്പുണ്ടല്ലോ. എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. അതെ, ദക്ഷിണ ഏടെ കാര്യം പറയുന്നത് കേട്ട് ഏതെങ്കിലും അമ്മ ദക്ഷിണ തന്നോ? ഒന്നും തന്നില്ല. അതെന്താണോ? അതിന് മുൻപ് നിങ്ങൾ ഇത് കയറി വന്നില്ലേ? ഞാൻ വന്നതാണ് കുറ്റമല്ലേ? എടി കുറത്തിപ്പെണ്ണെ, നിന്നെ ഈ കാടും വീടും ഒക്കെ തിരഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. അങ്ങനെ ദാ ഇവിടെ വെച്ച് നിന്നെ കണ്ടുമുട്ടി. എന്തായാലും ഞാൻ നിന്നെ ഈ കാടും വീടും ഒക്കെ തിരഞ്ഞ് നടന്ന കഥ ഒന്ന് പാടി കേൾപ്പിക്കട്ടെ. പാട്. കാനനത്തിലൊക്കെ നിന്നെ തേടി ഭാഗ്യവാനെങ്കിൽ നീ എന്തിനെ
എന്റെ പെണ്ണിനോട് ഒരു കാര്യം പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകില്ല എന്ന് വെച്ചാൽ എടി കുറത്തി പെണ്ണെ, ഇനി നിനക്ക് വളരെ ഉപകാരമുള്ള ഒരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. അത് കേട്ട് മനസ്സിലാക്കിയ നിനക്ക് കൊള്ളാം. എന്താണ് പറയാം, കേട്ടോളൂ. 300 രൂപ തരാം, കൂടെ പോരടി പെണ്ണെ വാ വാ വാ. 300 രൂപ തരാം, മുല്ലപ്പൂമാലേ തരാം, എന്റെ കൂടെ പോരടി പെണ്ണെ സുന്ദരി പെണ്ണെ ഒന്ന് വാടി. പെണ്ണെ അതും വേണ്ട, അതും വേണ്ട. എങ്കിൽ 500 രൂപ തരാം, അടുക്കള ജോലി തരാം, എന്റെ കൂടെ പോരടി പെണ്ണെ വാ വാ വാ. 500 രൂപ തരാം, അടുക്കള ജോലി തരാം, എന്റെ കൂടെ പോരടി പെണ്ണെ സുന്ദരി പെണ്ണെ ഒന്ന് വാടി. പെണ്ണെ അതും വേണ്ട. അയ്യോ എന്റെ ദൈവമേ, 300 രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത് വേണ്ട. പിന്നെ അത് ഞാൻ 500 ആക്കി. എന്നിട്ടും വേണ്ട. എന്റെ കുറത്തിപ്പന്നെ നീ ഇങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കുമടി? അതെ, ഞാനേ
പട്ടണത്തിലേക്ക് പോയിട്ട് അമ്മമാരുടെ കൈകൾ നോക്കും. അപ്പോൾ അമ്മമാരേക്ക് ധാരാളം ദക്ഷിണ തരും. അതുകൊണ്ട് സുഖമായി ഞാൻ അങ്ങ് ജീവിക്കും. അത് കൊള്ളാം. എടി പെണ്ണേ, ഇന്നത്തെ കാലത്ത് വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകണമെങ്കിലേ തൊട്ട് വേണമടി പെണ്ണ്. തൊട്ട് തൊട്ടോ? ആ അതെ, ചെമ്പുകാശ്. എന്താ മനസ്സിലായോ? അതൊക്കെ ഞാൻ ഉണ്ടാക്കും. ഓ അങ്ങനെ. ആ ഇപ്പോഴാ ഞാൻ മറ്റൊരു കാര്യം ഓർത്തു. എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുവാനുണ്ട്. അതിന് നീ കൃത്യമായിട്ടുള്ള മറുപടി തന്നില്ലെങ്കിലേ അടിച്ചു നിന്റെ കരണക്കുറ്റി ഞാൻ പുകയ്ക്കും. ചോദിക്കും. മംഗയാളെ നീതനം ചെയ്യണം കൊച്ചിലടി പുറത്തി കൊച്ചിലടി. മംഗയാളെ നീതനം ചെയ്യണം കൊച്ചിലടി പുറത്തി കൊച്ചിലടി. എങ്ങനെ തിരുകിയ തലമുടി എങ്ങിനഴിഞ്ഞതടി. അടി അടി എങ്ങിനഴിഞ്ഞതടി. തിരുകിയ തലമുടി എങ്ങിനഴിഞ്ഞതടി. മറുപടി എങ്ങിനഴിഞ്ഞതടി. ഇവർക്ക് തിന്നൊന്ന് കൊടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെയായോ? നെറ്റിനൊരു ചന്ദ്രവര കുറി എങ്ങനെ മഞ്ഞിനടി. പുറത്തി എങ്ങനെ മഞ്ഞിനടി. നെറ്റിനൊരു ചന്ദ്രവര കുറി എങ്ങനെ മഞ്ഞിനടി. അടി 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 എങ്ങനെ മഞ്ഞിനടി. എന്റെ ദൈവമേ, കയ്യിൽ കിടന്നൊരു കൽവച്ച മോതിരം കിട്ടപ്പൊച്ചിതടി. ഉറപ്പി കിട്ടപ്പൊച്ചിതടി. കയ്യിൽ കിടന്നൊരു കൽവച്ച മോതിരം കിട്ടപ്പൊച്ചിതടി. അടി അടി കിട്ടപ്പൊച്ചിതടി. കിടന്നൊരു മുത്തണി മുത്തി കിട്ടപ്പൊച്ചിതടി. അടി 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 കിട്ടപ്പൊച്ചിതടി. കിടന്നൊരു മുത്തണി മുത്തി കിട്ടപ്പൊച്ചിതടി. ഉറത്തി കിട്ടപ്പൊച്ചിതടി. കണ്ടിപ്പഴം പോലിരുന്നൊരു ചുണ്ടിന്റെ ശോഭ കുറഞ്ഞിരുന്നു. ഉറത്തി ശോഭ കുറഞ്ഞിരുന്നേ. കണ്ടിപ്പഴം പോലിരുന്നൊരു ചുണ്ടിന്റെ ശോഭ കുറഞ്ഞിരുന്നേ. ഉറത്തി ശോഭ കുറഞ്ഞിരുന്നേ. എന്റെ ദൈവമേ, അരിത പോലെ വീടമ്പറങ്ങി വയം എങ്ങനെ നിർത്തിനടി. ഉറത്തി എങ്ങനെ നിർത്തിനടി. അരിത പോലെ വീടമ്പറങ്ങി വയം എങ്ങനെ നിർത്തിനടി. അടി അടിയേ ആ എങ്ങനെ നിർത്തിനടി.
പഞ്ചവർണ്ണ കിളിയേ നിന്റെ മറിമായ ഞാനറി എന്നെ പഞ്ചവർണ്ണ കിളിയെ പുറത്തി പഞ്ചവർണ്ണ കിളിയേ ഇല്ലടി എനിക്കൊരു പാപമില്ല മയങ്ങളുടെ സതടി കുറത്തി മയങ്ങളുടെ സതടി മാനേ മാനേ മരതകമേ നീളnguയിലെ പൂമണnguയിലെ വാ 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 മാനേ മരതകമേ നീളnguയിലെ പൂമണnguയിലെ വാ 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 ഞാൻ എന്ത് പറഞ്ഞു പാടി കാന്തേ കുറത്തി നീ എങ്ങു പോയി കാന്തേ കുറത്തി നീ എങ്ങു പോയി എന്തിനായി കൊണ്ട് നീ പോയതിന്ന് എന്തിനായി കൊണ്ട് നീ പോയതിന്ന് അവിടെ നിന്നെന്ത് നിനക്കു കിട്ടി അവിടെ നിന്നെന്ത് നിനക്കു കിട്ടി എങ്ങനെ ഓ ചെമ്പുകാശ് നിനക്കിന്ന് കൈ നോക്കാൻ വശമാണല്ലോ നിനക്കിന്ന് കൈ നോക്കാൻ വശമാണല്ലോ കാന്തേ കുറത്തി നീ എന്റെ കൈയും നോക്കിക്കൊണ്ടൊന്ന് പറഞ്ഞിടാമോ കാന്തേ കുറത്തി നീ എന്റെ കൈയും നോക്കിക്കൊണ്ടൊന്ന് പറഞ്ഞിടാമോ ആ, കാണിക്കാം കാണിക്കാം നല്ല കയ്യാ എങ്കിൽ പിന്നെ ഈ കയ്യായിരിക്കും നോക്ക് ഐശ്വര്യമുള്ള കയ്യാ നോക്ക് സത്യമേ പറയാമോ നോക്ക് നോക്ക് ഇരുപത്തഞ്ചാം വയസ്സിൽ മരണമുണ്ട് ഭഗവാനെ എന്താ ഇത് നിനക്ക് ഇരുപത്തഞ്ചാം വയസ്സിൽ മരണമെന്നോ ഭഗവാനെ മഹാദേവ എന്താ ഇത് മരണത്തിനിടയ്ക്ക് ഒരു ഗുണമുണ്ടായി വരും എന്റെ ഭഗവാനെ അതുമിന്നും കേട്ടുകൊൾ പ്രാണനാഥ ഭഗവാനെ എന്തൊക്കെയായി കേൾക്കുന്നത് രാജസേവകനായി ചെയ്യും നാളിലെന്നും തട്ടുകിട്ടും കളയുകിട്ടും എങ്ങനെ രാജസേവകനായി ചെയ്യും നാളിലെന്നും അത് കൊള്ളാം തട്ടുകിട്ടും കളയുകിട്ടും എന്നിട്ട് അയ്യോ
നീ എവിടെ വേണമെങ്കിലും പൊയ്ക്കൊള്ളു. കണ്ട നാട്ടിലൊക്കെ നീ നടന്ന് ഭിക്ഷയിരുന്നുണ്ട്. നിന്നെ ഇനി വേണ്ടെനിക്ക് പൊയ്ക്കൊള്ളുക വേഗം. എന്നെ വിട്ടെങ്കിലോ നിന്നോടെ വാട്ടിന് പോ നിന്നെയും എന്റെ നിത്യവും പോ. എന്നെ വിട്ടെങ്കിലോ നിന്നോടെ വാട്ടിന് പോ നിന്നെയും എന്റെ നിത്യവും പോ. അയ്യയ്യോ അന്നേ ഞാൻ ചുമ്മാതയാ നിന്നിക ചൊന്നതെല്ലാം വൈകാതെ നീയും ഇപ്പോൾ വാ വാ വാ. അന്നേ ഞാൻ ചുമ്മാതയാ നിന്നിക ചൊന്നതെല്ലാം വൈകാതെ നീയും ഇപ്പോൾ വാ വാ വാ. വേറെ കൂറവനുണ്ട് ആവനായിടുവാനായി ഞാനല്ലാതെ വേറെ കുറവൻ നിനക്കോ? വേറെ കൂറവനുണ്ട് എന്റെ പെണ്ണേ ആവനായിടുവാനായി എന്റെ കാന്തനല്ലതോ പോ. ഒന്നിനും ചുമ്മാ വിട് വേണോ? ഉനക്ക് സമ്മതപ്പിലുമേലെ ആ ഇന്ത സന്ധിരം അറിവേണോ? ഏതടങ്ങിയോതുകീര പാതുകീര മന്മഥനിനക്കില്ലെതിരേവി മനമോചിച്ചി മോനോവി മന്മഥനിനക്കില്ലെതിരേവി മനമോചിച്ചി മോനോവി കണ്ടീക്കാർവേണിയാളെ എടിക്കണ്ടോ എന്നോടും മുന്നേ ഉണ്ടായോ രോമൻ പ്രിയേ കണ്ടാലോ കാവേണിയേ ഏടിയ എന്തേ നിന്നെ കൂടാതെ ഇത്ര നാളും പാടിയും കൺമണിയെ വന്നു പാടി കളിച്ചിടടി കോടിയിൽ ഒരു രാഗം പെണ്ണെ വന്നു പാടി കളിച്ചിടടി അമ്മ കാശു തരും പെണ്ണെ ചുമ്മാതിരിക്കാതടി യോഗ്യന്മാർ കണ്ടുവെങ്കിൽ പെണ്ണെ ഭാഗ്യം നിനക്കൂപിക്കും യോഗ്യത പൊന്നിലേറും വളരെ യോഗ്യം ഞാനീ കൂലത്തിൽ കേമഞ്ഞാനെന്നു ചൊന്നാൽ നിനക്കിതു നാണവുമില്ലായോ ഇല്ലല്ലോ പെണ്ണെ താമിനി എന്നെ വിട്ടു ഗണിച്ചതും കേമമോ എന്നുറ അല്ലല്ലോ പെണ്ണെ കേമഞ്ഞാനെന്നു ചൊന്നാൽ നിനക്ക് നാണവുമില്ലായോ ഇല്ലല്ലോ പെണ്ണെ താമിനി എന്നെ വിട്ടു ഗണിച്ചതും കേമമോ എന്നുറ അല്ലല്ലോ പെണ്ണെ കോപിക്ക വേണ്ട എന്നെ മനോഹരി താപമിങ്ങേറിടുന്നു സാവധാനം നടക്കാം നമുക്കൊരു പട്ടണെ ചെന്നു ചേരാം കോപിക്ക വേണ്ട എന്നെ മനോഹരി താപമിങ്ങേറിടുന്നു സാവധാനം നടക്കാം നമുക്കൊരു പട്ടണെ ചെന്നു ചേരാം ഞാനില്ല തണ്ടുകൊണ്ട് അണിയുവാൻ ആഭരണങ്ങളില്ല എങ്ങനെ ദീനതയേറ്റമുണ്ട് ഉടുക്കുവാൻ ആലയുമില്ല പക്കമായി പോയി ഞാനില്ല തണ്ടുകൊണ്ട് അണിയുവാൻ ആഭരണങ്ങളില്ല അയ്യോ ദീനതയേറ്റമുണ്ട് ഉടുക്കുവാൻ ആലയുമില്ല പാവനച്ചന്തയിലും വ്യാപാരി പാവന വിൽക്കുമില്ല എങ്ങനെ പാവന വാങ്ങിത്താട ഉറവ അല്ലെങ്കിൽ ഞാനില്ല പാവനച്ചന്തയിലെ വ്യാപാരി പാവന വിൽക്കുമില്ല ആ വിൽക്കും പാവന വാങ്ങിത്താട ഉറവ അല്ലെങ്കിൽ ഞാനില്ല അവിടെ വന്നിത്തരം പുറത്തി ചാകാതെ നീ കൂടെ വാ ഈ വഴി തന്നെ പോയാൽ പുറത്തി ചന്തയിൽ ചെന്നു ചേരാം അവിടെ വന്നിത്തരം പുറത്തി ചാകാതെ നീ കൂടെ വാ ഈ വഴി തന്നെ പോയാൽ പുറത്തി ചന്തയിൽ ചെന്നു ചേരാം കുത്തിച്ചന്തയിലെ തട്ടന്മാർ കുത്തി വിൽക്കുതിര എങ്ങനെ കുത്തി വാങ്ങിത്താട ഉറവ അല്ലെങ്കിൽ ഞാനില്ല ഓ അങ്ങനെ കുത്തിച്ചന്തയിലെ തട്ടന്മാർ കുത്തി വിൽക്കുതിര ആ വിൽക്കും വിൽക്കും കുത്തി വാങ്ങിത്താട ഉറവ അല്ലെങ്കിൽ ഞാനില്ല കുത്തി വന്നിത്തരം പുറത്തി തക്കത്തിൽ നീ കൂടെ വാ പൊക്കണം ചൊൽകയല്ലേ നിനക്കുള്ള ആശ ഞാൻ തീർത്തു തരാം മുക്കുത്തി വന്നിത്തരം പുറത്തി തക്കത്തിൽ നീ കൂടെ വാ പൊക്കണം ചൊൽകയല്ലേ നിനക്കുള്ള ആശ ഞാൻ തീർത്തു തരാം ഈ വഴി തന്നെ പോയാൽ പുറത്തി ചന്തയിൽ ചെന്നു ചേരാം നമുക്ക് ഈ വഴി തന്നെ പോയാൽ പുറത്തി ചന്തയിൽ ചെന്നു ചേരാം
ചിത്രമായ കോലാഹലം കണ്ടിരമേ എന്നോട് വാക്കുകൾക്ക് പ്രാണനാഥനീയും അവിടെയുള്ള ചിത്രമായ കോലാഹലം കണ്ടിരമേ എന്നോട് വാക്കുകൾക്ക് പ്രാണനാഥനീയും കണ്ണികൾ സിംഹവും ചെന്നയും കരടികൾ കാട്ടാന കാട്ടുമൃഗങ്ങൾ ജനങ്ങു ചെല്ലുമ്പോൾ വേഗത്തിലോടിടും ഇടമാൻ കണ്ണിയാളെ പന്നിടുക കാനന കൺമതിനായി പോന്നിടുക ഞാനും കൂടി പോകുന്നതാണ് പ്രാണനാഥ കാണിന് കാൺമതിനായി ജീവനാഥ ഞാനും കൂടി പോകുമെന്നാൽ താനെ നെഞ്ചിൽ കിടക്കട്ടെ ജീവനത് പോയിടുമോ എന്നാൽ ഞാനും വരുന്നതല്ല കാട്ടളമുടന്മാർ കണ്ടിടുമല്ലോ അവരിന്നു വന്നെന്നെ ഭക്ഷിക്കുമല്ലോ പേടിക്കയില്ലെന്നു സത്യവും ചെയ്താൽ കാനനം തന്നിലേക്കായിട്ടു പോരാ ഞാനും കൂടി പോകുന്നതാണ് പ്രാണനാഥ കാണിന് കാൺമതിനായി ജീവനാഥ തങ്കമേ തങ്കമേ നിന്ന ഞാനും വിട്ടുടനെ പോയിടുന്നു ശങ്ക വെടിഞ്ഞു നീയും കൊന്നിടുക എന്റെ കൂടെ തങ്കമേ നിന്ന ഞാനും വിട്ടുടനെ പോയിടുന്നു ശങ്ക വെടിഞ്ഞു നീയും കൊന്നിടുക എന്റെ കൂടെ അതെ ഞാൻ ഇവിടെ വേണമെങ്കിലും വരാം പക്ഷേ എനിക്കൊരു കാര്യം പറയുവാനുണ്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളൂ അതെ വെള്ളം കുടിക്കാനിട്ട് എന്റെ തൊണ്ട വരളുന്നു വിശപ്പുള്ളത് കൊണ്ട് എന്റെ വയറും വേദനിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ കണവനല്ലേ ഈ കാടിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ചെന്ന് എനിക്ക് ഇത്തിരി വെള്ളവും കിഴങ്ങോ പഴങ്ങളോ എന്തെങ്കിലും കിട്ടുമോ നോക്ക് വല്ലാതെ വിശക്കുന്നു എന്റെ ദൈവമേ ഞാൻ ഈ കാടിന്റെ ഉള്ളിൽ ഇപ്പോൾ എവിടെ പോയി നിനക്ക് വെള്ളവും കിഴങ്ങും പഴവും ഒക്കെ കൊണ്ടുവരാനാ തന്നെയുമല്ല കഴിഞ്ഞ ദിവസം ഞാൻ ഈ കാടിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോ അവിടെ ഒരു വലിയ പാറക്കെട്ടിന് മുകളിൽ ഒരു മനുഷ്യന്റെ എല്ല് തോലും അടുക്കി വെച്ചതുപോലെ ഇരിക്കുന്നു ഏതോ കടുവയോ പുലിയോ പിടിച്ച് മിണുങ്ങിയതാ അതുകൊണ്ട് എന്റെ എല്ലും തോന്നി ചാക്കിൽ കെട്ടി നിനക്ക് വീട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നീ എന്നെ കാടിനുള്ളിലേക്ക് പറഞ്ഞയക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻ മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊള്ളാം എന്റെ കുറവന് ഒരാപത്തും സംഭവിക്കരുത് എന്ന് എങ്ങനെ നീ മഹാദേവനോട് പ്രാർത്ഥിക്കുമെന്നോ അതെ എങ്കിലേ ഒരു കാര്യം ചെയ്യാം നീ മഹാദേവനോട് പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ ഈ കാടിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ചെന്ന് നിനക്ക് കിഴങ്ങോ പഴമോ വെള്ളമോ എന്തെങ്കിലും കിട്ടുമോ നോക്കാം പിന്നെ ഒരു കാര്യം പറയുവാനുണ്ട് എനിക്കൊരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയുവാനുണ്ട് അതിനു മുൻപ് ഞാനൊരു കാര്യം പറയാം നീ ആദ്യം നിന്റെ ഭാണ്ഡക്കെട്ടെടുക്ക് എടുത്തു ഇങ്ങോട്ട് അടുത്ത് വരൂ പെണ്ണേ ഇങ്ങോട്ട് അടുത്ത് വരൂ അങ്ങ് ദൂരേക്കൊന്ന് നോക്കിക്കേ അവിടെ ഒരു വലിയ മരം കണ്ടോ കണ്ടു ആ വലിയ മരത്തിന്റെ താഴെ ഒരു ചെറിയ തണൽ കണ്ടോ അതും കണ്ട് എങ്കിലേ ആ വലിയ മരത്തിന്റെ താഴെയുള്ള ചെറിയ തണലിൽ നീ പോയി ഇരിക്കുമ്പോഴേക്കും ഞാൻ ഈ കാടിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ചെന്ന് നിനക്ക് വെള്ളമോ വിറകോ ചേമ്പോ ചേനയോ എന്ത് വേണമെങ്കിലും കൊണ്ടുതരാം പിന്നെ എനിക്കൊരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുവാനുണ്ട് ഈ കാട് വളരെ മോശമാണ് പുലി ഇറങ്ങിയിട്ടുണ്ടെന്നാ കേട്ടത് അയ്യോ ഇങ്ങനെ പേടിച്ചാൽ ഇങ്ങനെ വെള്ളം കുടിക്കും നീ പേടിക്കണ്ട നീ ധൈര്യമായിട്ട് അങ്ങോട്ട് പോയിക്കൊള്ളൂ നീ അവിടെ ചെന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്താ മതിയോ അങ്ങനെയെങ്കിൽ ഞാൻ പോകാം വേഗം വരണേ പിന്നെ വേഗം വരാതിരിക്കുമോ നീ എന്നെ കുറത്തിപ്പെട്ടല്ലേ എങ്കിൽ ഞാൻ പോകട്ടെ ധൈര്യമായിട്ട് വെക്കുള്ളൂ പാവം എന്റെ വെറുതെ പെണ്ണല് വെള്ളം കുടിക്കാഞ്ഞിട്ട് ദാഹമുണ്ട് തന്നെയുമല്ല വിശപ്പുള്ളത് കൊണ്ട് അവളുടെ വയർ വേദനിക്കുന്നു എന്നല്ലേ പറഞ്ഞത് എന്തായാലും ഞാൻ ഈ കാടിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ചെന്ന് കിഴങ്ങും പഴവും വെള്ളവും ഒക്കെയായി വരാം കാടിനുള്ളിലേക്ക് തന്നെ പോകാം നല്ല അരുവിയുണ്ടാകും അരുവിയിൽ തണുത്ത ജലമുണ്ടാകും ആ പ്രതിപെണ്ണെ അവിടെ തന്നെ ഇരുന്നോളൂ ഞാൻ വേഗം വരാം അവിടെ തന്നെ പോയി വരാം കാടിളക്കി ഓടി വന്ന കാട്ടുകൊമ്പനെ തളച്ച വമ്പനാക്കി കൊമ്പനായ കാടിളക്കി ഓടി വന്ന
നമ്പർ അമ്മയുടെ വീരപുത്രൻ ബലിതുംഗരാജൻ ഈ കാടിന്റെ അധിപനാണ്. ബലിതുംഗരാജനല്ലാതെ മറ്റാരും ഇവിടെ രാജനായിട്ടില്ല. അതുകൊണ്ട് ബലിതുംഗരാജൻ ആനന്ദ സാഗരത്തിൽ ആരാടുകയാണ്. മലങ്കാളിയമ്മേ, അമ്മയുടെ വീരപുത്രൻ ബലിതുംഗരാജൻ ഇതാ കാടിന്റെ അധിപൻ. നീ ഇവിടെയാ? എത്ര നേരമായി പോയിട്ട്? എനിക്ക് വെള്ളം കുടിക്കാൻ എന്റെ തൊണ്ട വരളൊന്നു, ഒന്ന് വേഗം വരണേ. ആരാണ് നീ? ബലിതുംഗരാജൻ വാഴുന്ന ഈ കാട്ടിൽ ഒരു മനുഷ്യസ്ത്രീയുടെ രോദനമല്ലേ അത്? അവൾ എന്തിനിവിടെ വന്നു? അവൾ ആരെന്നറിയണം. ബലിതുംഗരാജൻ വാഴുന്ന കാട്ടിൽ, രാജനായി വാഴുന്ന ഈ കാട്ടിൽ അവൾ എന്തിനു വന്നു? അവളെ തിരഞ്ഞു പോകാം. അവൾ മിത്രമാണെങ്കിൽ അവളെ നാം സംരക്ഷിക്കും. മറിച്ച് ശത്രുവെങ്കിൽ കൊന്നുകൊണ്ടുപോകും. അവൾ ആരെന്നറിയണം. അവളെ തിരഞ്ഞു പോകാം. കാന്ത, നീ എവിടെയാ? ഒന്ന് വേഗം വരൂ കാന്ത. അവളെ തിരഞ്ഞു പോകാം. അവൾ ഇവിടെ എവിടെയോ ഉണ്ട്. അവൾ ഇവിടെ എവിടെയോ ഉണ്ട്. അവളാരെന്നറിയണം. അവളാരെന്നറിയണം. ബലിതുംഗരാജൻ വാഴുന്ന ഈ കാട്ടിൽ അവൾ എവിടെയോ ഉണ്ട്. അവളുടെ ഗന്ധം പരക്കുന്നു. അവളുടെ ഗന്ധം പരക്കുന്നു. അവൾ എവിടെയോ ഉണ്ട്. അവൾ എവിടെയോ ഉണ്ട്. നീ ആര്? ബലിതുംഗരാജന്റെ നേർക്ക് വരിക. ധൈര്യമുണ്ടെങ്കിൽ അവൾ എവിടെയാണ് നീ? പാവം തളർന്നുറങ്ങിപ്പോയി. കണ്ടിട്ട് മിത്രമാണെന്ന് തോന്നുന്നില്ല. ശത്രുവാകാനാണ് സാധ്യത. അതുകൊണ്ട് സുന്ദരിയായ ഇവളെ ഒന്ന് വിളിച്ചുണർത്താം. വെള്ളം കുടിക്കാതെ തളർന്നുറങ്ങിപ്പോയി. പാവം, അവളെ ഉണർത്താം. നീ ഒരു സുന്ദരിയാണ്. നീ എന്തിനിവിടെ വന്നു? ബലിതുംഗരാജൻ വാഴുന്ന ഈ കാട്ടിൽ നീ എന്തിനു വന്നുവെന്ന് നിന്നോടൊന്ന് ചോദിക്കട്ടെ. അരിവളോ സുന്ദരജി കാനനത്തിൽ വന്നതെന്തേ? നിന്നെയെന്തേ തന്തയാക്കിയിടുവാൻ മോഹമുണ്ടെന്ന് അറിഞ്ഞിടേണം. ഞാനും
വേണ്ട പാടാതെ ഒഴിക വേഗം നീ എന്റെ ഭവനത്തിൽ കൊന്നിടുക നീ എന്റെ കാന്തയായി വാണിടുക അശ്വനം കുറവനം പോയിടട്ടെ ഇന്നിയ ചിന്ത മനസ്സിൽ വേണ്ട എന്ത് ഞാൻ പറയുന്നതനുസരിച്ചാൽ നിനക്കൊരു രാജകുമാരിയെ പോലെ വാഴാം. പൊന്നു വേണോ, പവിഴം വേണോ, രത്നങ്ങൾ വേണോ, പറയ്. ഇല്ലെങ്കിൽ നിന്നുടെ കാർകൂന്തലിൽ ചുറ്റിപ്പീടിച്ചു ഞാൻ ഭവനത്തിൽ കൊണ്ടുപോകും. നിന്നോടെ കാർകൂന്തലിൽ ചുറ്റിപ്പീടിച്ചു ഞാൻ ഭവനത്തിൽ കൊണ്ടുപോകും. ഞാൻ പറയുന്നതനുസരിച്ച് ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. പറയുന്നതനുസരിച്ച് ഇല്ലെങ്കിൽ കൈവെട്ടി കാലൊടിച്ച് കണ്ട അടുത്തു നിന്ന് കാലൊരു കാഴ്ചവെക്കും. കൈവെട്ടി കാലൊടിച്ച് കണ്ട അടുത്തു നിന്ന് കാലൊരു കാഴ്ചവെക്കും. അരുത്, എഴുതുന്ന രാജൻ പറയുന്നതനുസരിച്ച് ഓടരുത്. ഓടരുത്, അരുതെന്ന് പറഞ്ഞില്ലേ? നിനക്കൊരു രാജകുമാരിയായി വാഴാം. നിന്റെ കാമ്പൻ അവൻ പോയിക്കൊള്ളും. ഓടരുത്. ഉടനെ നാം നാരം അറിയും മരണഭയം പുനരില്ലെന്നറിയും. നിന്നുടെ വല്ലവനാകി കുറവൻ യമധർമ്മനു നൽകുന്നുണ്ടുടനെ. നിന്നുടെ വല്ലവനാകി കുറവൻ യമധർമ്മനു നൽകുന്നുണ്ടുടനെ. ആരടയൻ കാന്തവനെ തൊട്ടതിൽ ചൊൽക നീരണിൽ നേരവാ മനജറാണിയിട്ടു. ആരടയൻ കാന്തവനെ തൊട്ടതിൽ ചൊൽക നീരണിൽ നേരവാ മനജറാണിയിട്ടു. നിന്നുടമേ കൈത്തരിഞ്ഞു നിൽക്കും ഞാനിപ്പോൾ അതിനെയും നീ കാനനത്തിൽ വന്നതെന്നറിയുക. നിന്നുടമേ കൈത്തരിഞ്ഞു നിൽക്കും ഞാനിപ്പോൾ അതിനെയും നീ കാനനത്തിൽ വന്നതെന്നറിയുക. ഇല്ല, വെളിതുംഗരാജൻ വാഴുന്ന ഈ കാട്ടിൽ എന്തിൽ നീ അതിക്രമിച്ചു കടന്നു. അതുകൊണ്ട് ഇവളെ ഇവിടെ ഉപേക്ഷിച്ച് നീ കാട് വിട്ടു വയ്ക്കുള്ളൂ. അല്ലെങ്കിൽ നിന്റെ ജീവൻ അപകടത്തിലാകും. ഇല്ല കേട്ടാ, അത് സംഭവ്യമല്ല. നാം ജീവിച്ചിരിക്കുന്ന അത്രയും കാലം എന്റെ പ്രിയ പത്നി എന്റെ കൂടെ ഉണ്ടാകും. മരിച്ചു നിന്റെ ജീവൻ അത് അപകടത്തിലാണ്. ഇല്ല, രാജന് മരണമില്ല. എത്രയും പെട്ടെന്ന് ഇവളെ ഇവിടെ ഉപേക്ഷിച്ച് നീ കാട് വിട്ടു പോയിക്കൊള്ളൂ. അല്ലെങ്കിൽ രാജന്റെ കരങ്ങൾ ഇടയിൽപ്പെട്ട് നിഞ്ഞെറിഞ്ഞമർന്ന് മരിക്കുന്നതായിരിക്കും. ഇല്ല കത്താള, അത് സംഭവ്യമല്ലെന്ന് പറഞ്ഞില്ലേ? നീ അപകടത്തെ ക്ഷണിച്ചു വരുത്താതെ എത്രയും പെട്ടെന്ന് കാട് വിട്ടു പോയിക്കൊള്ളൂ. ഇല്ല, രാജന്
ഭയമില്ല. വെളുകുരാജനെ ഭയപ്പെടുത്താമെന്ന് നീ കരുതേണ്ട. അപ്പോൾ നീ അനുസരിക്കില്ലല്ലേ? ഈ കാട് നിന്റെ അധീനതയിലാകാം. പക്ഷേ കാട്ടിൽ വരുന്നവരോടും നാട്ടിൽ വരുന്നവരോടും മര്യാദയോടുകൂടി പെരുമാറണം. ഇതാണോ നിന്റെ കാടിന്റെ നിയമം? സ്ത്രീകളെ അപമാനിക്കൽ, കടന്നു പിടിക്കൽ ആണോ? നീ എന്തൊക്കെ പറഞ്ഞാലും ഇവൾ നമുക്കുള്ളത് തന്നെ. നീ എത്രയും പെട്ടെന്ന് കാട് വിട്ടു പോയിക്കൊള്ളൂ, അല്ലെങ്കിൽ നിന്നെ നാം വധിക്കേണ്ടതായി വരും. ഇല്ല കാട്ടാള, നീ ഒന്നും ചെയ്യില്ല. നാം എന്റെ പ്രിയ പത്നിയുമായി വളരെ സന്തോഷത്തോടു കൂടി ഈ കാട് വിട്ടു പോയിക്കൊള്ളും. അതിനു മുൻപ് നീ അലറി വിളിക്കേണ്ട. ഇല്ല, നിന്നെ നാം വധിക്കാൻ പോകുന്നു. ബലങ്കാളിയമ്മേ, ഇവനെ നാം വധിക്കാൻ പോകുന്നു. കാട്ടാള, അരുത്, അവിവേകമൊന്നും ചെയ്യരുത്. ഇല്ല, അവിവേകമല്ല, നാം നിന്നെ വധിക്കാൻ പോകുന്നു. ബലങ്കാളിയമ്മയുടെ വീരപുത്രൻ ഇതാ നിന്നെ വധിക്കാൻ പോകുന്നു. ഇല്ല, രാജൻ അജയ്യനാണ്. മരണമില്ല. ബലങ്കാളിയമ്മേ, എന്താ ഇത്? കൈകാലുകൾ വലിഞ്ഞു മുറുകുന്നത് പോലെ. ഇല്ല, മഹാദേവ, മഹാദേവ, പാർവതി മാതേ, മാതേ, പാർവതി മാതേ. മഹാദേവ, അടിയന് മാപ്പ് നൽകിയാലും അടിയൻ നിയതിയുടെ നിയോഗം നിറവേറ്റുക മാത്രമാണ് ചെയ്തത്. അങ്ങയുടെ അനുഭവകാലം അതായിരുന്നില്ലേ മഹാദേവ? ഭൂമിയിലെ സാധുജനങ്ങൾ ശനിദശയിലൂടെ കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടതായി വരും. അങ്ങനെയുള്ളപ്പോൾ മഹാദേവനും അനുഭവിക്കേണ്ടി വന്നത് ശനിദശയുടെ നല്ല കാലഘട്ടങ്ങളിലായിരുന്നില്ലേ? അടിയന് മാപ്പ് നൽകിയാലും മഹാദേവ, അറിയാം ശനിദേവ, അറിയാം. അങ്ങ് ഉണർന്നുകൊള്ളൂ. ശനിദശയിലൂടെ സാധുജനങ്ങൾ അനുഭവിക്കേണ്ടതായും ദേവീദേവന്മാർ അനുഭവിക്കേണ്ടതായ കഷ്ടതകളും അങ്ങ് പറഞ്ഞത് പരമപ്രധാനമായ സത്യം തന്നെയാണ്. ആകയാൽ ഇന്നു മുതൽ ശനിദേവൻ ശനീശ്വരൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നതാണ്. കൂടാതെ കുറത്തി രൂപിണിയായ നമ്മുടെ പ്രിയ പത്നി പാർവതി ദേവി ഇന്നു മുതൽ വനദുർഗാദേവിയായും അറിയപ്പെടുന്നതാണ്. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ.
ശിവായ ഓം നമ 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 ശിവായ. ഈ കലാരൂപത്തിൽ കുറവനായി വേഷമിട്ടത് ബിച്ചു രമാദേവി, അടിപൊളിയായോ? കുറത്തിയായി വേഷമിട്ടത് കുമാരി വർഷ ചോറ്റാനിക്കര, ഓഡിയൻസിന്റെ അടുത്തേക്ക് കോടി രുക്മിണിയായി വേഷമിട്ടത് വന്നിട്ടുണ്ടായിടാ കുറത്തേട്ടം. ആദിത്യ ചോറ്റാനിക്കര, മുത്തശ്ശിയായി